Swarna to hand over the prize. ജോസിലേക്ക് രണ്ടാം സമ്മാനം റേഡിയോയിൽ കാണിക്കാനുള്ളതാണ്. Okay, and the winner with 14 items, Rachana. ആശാ വിനോദും സ്വർണ്ണയും കൂടിയാണ് ഈ ഒരു ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. ഒരു വിഷയം രചന 15 ഐറ്റംസ് ആണ് പറഞ്ഞത്. ഞാൻ ഇവിടെ കൊടുത്തിരുന്ന ഐറ്റംസ് ഒന്നുകൂടി വായിക്കാം. എഗ് 50%ഉം അതിന് മേളിലേക്കും സെയിലുള്ള ഐറ്റമാണ്. ശരിയല്ലേ? വാങ്ങിയില്ലേ പലരും? എന്റെ വൈഫൊക്കെ കുറേ ട്രൈ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നാളെ ഒരു പൊട്ട നിന്നും മേടിക്കാം. ആപ്പിൾ ശരിയാണോ? ഗ്രിൽഡ് ചിക്കൻ 50% ആൻഡ് എബോ. ക്യാമറ, ഡിജിറ്റൽ, ഡ്രസ് ഐറ്റംസ് പലതും. ലാപ്ടോപ്പ് പല ബ്രാൻഡുകൾ. മിൽക്ക് പൗഡർ എബോ 50% സെയിൽ. സൈക്കിൾ, പ്രിന്റർ, വാഷിംഗ് പൗഡർ. പറയാത്ത ഐറ്റം ചോദിക്കാനാണ് നിൽക്കുക. പോവാ. ഓക്കെ, LED TV, ചോക്ലേറ്റ്സ്, മൈക്രോവേവ് ഓവൻ, സ്മാർട്ട് ഫോൺ, ഒനിയൻ. ഇത്ര ഐറ്റംസ് ആയിരുന്നു. ഇതിൽ നിന്ന് വിജയിയായ രചനയ്ക്ക് പറയാൻ പറ്റാതെ പോയത് എന്താണ്? ബാക്കിയെല്ലാം പറഞ്ഞു. വെരി ഗുഡ്. എന്നിട്ട് ഇതെല്ലാം സാധനങ്ങളും വാങ്ങിച്ചിട്ട് വേണം പോവാൻ. ഹസ്ബൻഡിന്റെ പേര് ഞാൻ ഓർത്ത് വെച്ചത് കഴിക്കുന്ന ഐറ്റംസ് ഓർഡറിൽ വാഷിംഗ് പൗഡർ ഉപയോഗിച്ച് ക്ലോത്ത് വാഷ് ചെയ്യാം. മിൽക്ക് പൗഡർ മറ്റേ കഴിക്കുന്ന ഐറ്റംസിൽ, സ്മാർട്ട് ഐറ്റംസ് എല്ലാം കൂടി ഒരുമിച്ച് ഓർത്ത് വെച്ചു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എന്താണ് രഞ്ജനയെ ചോദ്യം രഞ്ജന പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾക്കതൊരു പുതിയ ഒരു വിദൂര സാങ്കേതിക വിദ്യാഭ്യാസ നടപടിക്രമത്തിലെ ഒരു ഐറ്റം ആയിരുന്നു. സത്യമായിട്ട് ഒരു കണ്ടാൽ ഒരിക്കലും ഇത്രയും വിജ്ഞാനവും ഇത്രയും കഴിവുമുള്ള ഒരാളാണ് രഞ്ജന. ഒരിക്കലും നമുക്ക് അറിയാനില്ല അല്ലേ? രഞ്ജനക്ക് നല്ല കൈയ്യെടുക്കുക. വലിയ വെയിലുണ്ടാവില്ല, എന്നാലും വെയിൽ കൊള്ളരുത്. ബുദ്ധി ചിലപ്പോൾ പറഞ്ഞു പോയാലോ. താങ്ക് യു. ഹസ്ബൻഡ് ഫോട്ടോ പിടിച്ചോണ്ടിരിക്കട്ടെ. സാബു എങ്ങനെയാണോ? സാബു ആ സന്തോഷത്തിൽ സാബുവും രഞ്ജനയും ഒരു പരിപാടി എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും. സാബു സ്റ്റേജിലേക്ക്